പോകെ പോകെ ഇപ്പം ഞാൻ നല്ലോണം മടിച്ചായിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു +2 കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ എല്ലാ പണിയും കഴിച്ചു വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഫ്രീ ബേഡായ പോലെയായിട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളും കൂടി കൂടിയിട്ടുണ്ടല്ലോ മടി കൂടുതലായി. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുക ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മടി കൂടും, താങ്ങാൻ ആളുണ്ടെങ്കിൽ നമുക്ക് വയ്യായി ഉണ്ടാവുള്ളൂ എന്ന്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ട സീനില്ലേ, അതെ, ആ തുണി അവിടെ തൂക്കിയിട്ടൊക്കെ ആയിരുന്നു, അതിൻ്റെ മുകളിലൊരു പാറ്റ ഇരിക്കേണ്ടായിരുന്നു. ആ പാറ്റേനെ എനിക്ക് പേടിയാണ്. പാറ്റയല്ല, ആക്ച്വലി ഒരുമാതിരി പറക്കുന്നൊരു സാധനം. അതിപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ പാമ്പ്, പഴുതാര, പല്ലീനെ എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. എൻ്റെ വക ശത്രുവാന്ന് വേണമെങ്കിൽ പറയാം. ഈ പാറ്റ പറക്കും. അപ്പോൾ അതിനൊക്കെ എനിക്ക് പേടിയുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഈ തേങ്ങ വെള്ളം, അതെനിക്ക് മസ്റ്റാണ്. പണ്ടൊക്കെ ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങ ഉടയ്ക്കും, വെള്ളം കളയും. പക്ഷേ ഇവിടെ അത് ശീലമില്ല, എനിക്ക് തേങ്ങ വെള്ളം വേണം. നൈറ്റ് കൊണ്ടാണെങ്കിൽ അത് കുടിക്കുന്നില്ല. പിന്നെ ഇപ്പം ചോദിക്കുന്നത് എന്താണെന്നറിയോ, വണ്ണം ഞാൻ കുറഞ്ഞില്ലേ, കുറച്ച് നാൾ ഡയറ്റായിരുന്നു. ഇപ്പം ആ ഡയറ്റൊക്കെ മാറി. ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഡയറ്റ് മാറി, ഫുഡൊക്കെ അടിച്ചിട്ട് ഇരിക്കണം കേട്ടോ. ഡയറ്റും മാറി, ഒക്കെ മാറി. ഇപ്പം ചോറും കഴിക്കേണ്ട, ഒക്കെ കഴിക്കേണ്ട. ചോറ് കഴിക്കണോണ്ടല്ല, പക്ഷെ നമ്മൾ ആ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. എൻ്റെ ശരീരമാണെങ്കിൽ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്നൊരു ശരീരമാണ് കേട്ടോ. അതും ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒത്തിരി വണ്ണം വെച്ചു. ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും വണ്ണം ഉണ്ടായില്ല. ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ആ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഈ കഴിക്കാൻ പറ്റാത്തതൊക്കെ കഴിച്ച് ഞാൻ നല്ലോണം വണ്ണം വെച്ചു. അതും ബെല്ലി ഫാറ്റാണ് എനിക്ക് കൂടുതലും. എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ വണ്ണം കുറയ്ക്കാമെന്നല്ലാതെ വേറൊന്നും നമുക്ക് പറയാനില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാനും ചേർന്ന് നിൽക്കാനൊക്കെ ഒരാളും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ മടി കുറച്ചും കൂടി അധികം കൂടി. പിന്നെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്, ആ പാട്ടിൻ്റെ കൂടെ തുള്ളുന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് കാണുന്നതായിട്ട്. നമ്മൾ ഈ അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പാട്ടും വെച്ച് അതിൻ്റെ കൂടെ നിന്ന് തുള്ളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ചെയ്യാനായിട്ട്. പാട്ട് പാടാൻ അറിയില്ലെങ്കിലും ഇടയ്ക്ക് അതിൻ്റെ കൂടെ പാട്ടും കൂടി ഞാൻ പാടാറുണ്ട്. അതിനിടയ്ക്ക് നൈതികൂട്ടൻ വന്നു. നൈതികൂട്ടനെ ആ കൊച്ചു കുഞ്ഞിനച്ഛനൊരു ആ പാട്ട് വെച്ച് കളിപ്പിക്കുക. പക്ഷെ അവൻ കളിക്കുന്നില്ല, അവന് തീരെ വയ്യ. അതാണ് കാര്യം കേട്ടോ. എന്തായാലും അതിൻ്റെ ഇടയിൽ ഉള്ളി നന്നാക്കുന്നുണ്ട്, അടുപ്പത്ത് കറിയുണ്ട്, ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ ചമ്മന്തി, എൻ്റെ ഫേവറേറ്റ് ഒരു ചമ്മന്തിൻ്റെ. വെറുതെ നമ്മുടെ ഈ ഉള്ളി ഇട്ടിട്ട്, കൊല്ലമുളകെന്ന് ഞങ്ങൾ പറയാതെ ഈ വറ്റൽ മുളകില്ലേ, ചുവന്ന മുളക്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഇതിപ്പോൾ അമ്മിക്കല്ലിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മളിപ്പോൾ അത് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അതും കൂടി അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ചമ്മന്തിയാണ്. പിന്നെ ഇതെന്ത് ഇൻഡക്ഷനിൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അത് വാങ്ങേണ്ട കുറച്ച് പരിമിതികളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇൻഡക്ഷൻ കുക്കറും ഉണ്ടാക്കണേ കേട്ടോ. ഇൻഫ്രാറെഡ് നമ്മൾ എപ്പോഴോ വാങ്ങി വെച്ചത് കൊണ്ട് അത് വളരെ ഉപകാരമായിട്ടോ.